സഹായിക്കട്ടെ. ആമേൻ. വേഗത്തിൽ ആമേൻ തിരുവെഴുത്തിൽ നിന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് ആമേൻ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദത്തിൽ വായിക്കും. Book of Revelation chapter 1 verse 20. ആമേൻ. 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം കൂടെ വായിച്ചു. Also verse 9. 9-10 വാക്യം വായിച്ചു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പക്ഷികളുടെയും നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. This is the passage of scripture that we are familiar with that we wish to meditate on today. ആമേൻ. കർത്താവിന്റെ ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിന്റെ വേല നിമിത്തം പത്മോസിൽ നാടുകടത്തപ്പെടുവാനിടയായിത്തീർന്നു. We know that John, the disciple of Jesus, was exiled because of his commitment to Christ. പത്മോസിന്റെ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴും ആത്മാവിലാകാൻ കർത്താവ് കൃപ കൊടുത്തു. And even in the isolation of that island of Patmos, he was able to experience the move of God's Spirit. ആമേൻ. മനുഷ്യരാരും അവിടെ ഇല്ല. There is no other people there. അവൻ കൂടെ പ്രാർത്ഥിപ്പാനോ ആരാധിപ്പാനോ ഒരു വ്യക്തികൾ പോലുമില്ല. And there is no believers or co-workers to pray alongside him. ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ഭീകര അന്തരീക്ഷം കാണും. In other words, he's in a wilderness. പക്ഷേ കർത്താവിന്റെ നാമനിമിത്തമാണ് ഇത് സംഭവിച്ചത്. But it's because of the name of Christ that this happened. ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത സാഹചര്യത്തിലും കർത്താവ് ശക്തമായിട്ട് അവിടെ വെളിപ്പെട്ടു വന്നു. And even when nobody else could go there to be with him, Christ came to be by his side. കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നിൽക്കും. If you stand for Jesus, Jesus will stand for you. അവൻ കഷ്ടത വരത്തില്ലെന്നല്ല. That doesn't mean there's no suffering. പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല. That doesn't mean there isn't trial. ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും regardless of the situation you face, കർത്താവിനെ മാത്രം മുറുകെ പിടിക്കാൻ തയ്യാറായ, if you're only willing to hold on to Jesus, ജീവിതത്തിലെ ഏത് ഏകാന്ത വേളയിലും സ്വർഗ്ഗം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ളത് ദൈവമക്കൾ മറക്കരുത്. regardless the isolation you face in your life, the loneliness you face in your life, heaven will come down for you. എവിടൊക്കെയോ അവസാനിച്ചത് തോന്നിയപ്പോഴാണ് ആർക്കും വെളിപ്പെടാത്തതും അറിയാത്തതുമായ ദൈവിക മർമ്മങ്ങളുടെ കലവറ കർത്താവ് തുറന്നു കൊടുക്കാനിടയായി തീർന്നത്. When he thought that it was all over, that his life had come to an end, that is the moment at which the revelations, hallelujah, of heaven were opened to him. അവൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ അവളെ വശീകരിച്ചു കൊണ്ടുപോയി, അല്ലേ, മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിച്ചു. Hallelujah. In another passage of scripture we read that, hallelujah, God says he takes her away and speaks to her, hallelujah, to her heart in the wilderness. ചില പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ കടന്നു വരുമ്പോൾ ഓർത്തോണം, അല്പം കൂടെ അടുത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാനുണ്ട്, സംസാരിക്കാനുണ്ട്, ചിലതൊക്കെ ദൈവത്തിന് കൈമാറാനുണ്ട് എന്നുള്ള ദൈവമക്കൾ തിരിച്ചറിയണം. And we need to recognize that when trials come our way, when we are taken to a situation of wilderness or we face isolation and loneliness, there is something God wants to deal with your heart. ഏകാന്തതയിലും ആത്മാവിൽ അവശനായി മാറി. Hallelujah, we see here John, who even, hallelujah, in his loneliness, in his isolation, he was moved in the spirit. നമ്മൾ ഇത്രയും പേര് ഇരുന്ന് പാടി ആരാധിച്ചിട്ട് ആർക്കും അവശതയുണ്ട്, ആത്മാവിവേശതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. Even though we have the opportunity to worship and, hallelujah, gather together, we are unable to be in the spirit. അതുകൊണ്ട് അവശത മാറിയിട്ട് എല്ലാവരും ആത്മവിവശതയിലോട്ടൊന്ന് വന്നാട്ട്. And so we need to put aside our complacency and move, hallelujah, into a place where we are moved in the spirit. Praise the Lord. Hallelujah. നാം ഒരുമിച്ച് തിരുമേശയിലേക്ക് കരം നീട്ടാൻ പോകുകയാണ്. We are about to partake in the Lord's table. കഴിഞ്ഞ 2 ദിവസക്കാലമായി ആത്മാവിൽ ഉണരണമെന്ന് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Over the past 2 days, the Spirit has been reminding us to awaken. Praise the Lord. Hallelujah. ഉണർന്ന ആത്മാവിൽ അവൻ സന്തോഷത്തോടെ വേണം ഈ തിരുമേശയിലേക്ക് കരം നീട്ടുവാൻ. And so we ought to
awaken, hallelujah, and be with eagerness and joy as we partake of the Lord's table. ആമേൻ സ്തോത്രം. അവിടെ കണ്ട ചില കാര്യങ്ങളാണ് അവിടെ വായിക്കുന്നത്. There are some things that hallelujah, we can see that John had seen in his vision. അവൻ ആത്മാവഭിഷനായി. On the Lord's day, he was hallelujah in the spirit. അവൻ കാണുന്ന ഒരു പുസ്തകം എഴുതി 7 സഭകൾക്ക് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുകയാണ്. And he heard a voice that said, "Write, hallelujah, to the 7 churches." Praise the Lord. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. And it says, I turned to see, hallelujah, what was the voice that spoke to me. അവൻ തിരിഞ്ഞപ്പോൾ കണ്ട കാര്യം, what he saw when he turned, 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്ക് നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ കാണുകയാണ്. He saw 7 golden lampstands, and in the midst of the 7 lampstands, one like the Son of Man, clothed with a garment down to the feet, girded about the chest with a golden band. Praise the Lord. Hallelujah. ആമേൻ. അത് എന്താണെന്ന് പൊരുൾ തിരിച്ചാണ് 1:20 നമ്മൾ വായിച്ചത്. And that's why we read 1 hallelujah verse 20 to understand the meaning. എല്ലാം പറയണമെന്നുണ്ടെങ്കിലും ഈ 2 കാര്യം മാത്രം ഒന്ന് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. Though I wish to take more time and explain everything, I hallelujah would like to take the time today to explain these 2 things. വലം കൈയിൽ കണ്ട 7 നക്ഷത്രം. The mystery of the 7 stars you saw in my right hand. ആമേൻ സ്തോത്രം. എന്താണ്? What is it? അവൻ സഭകളുടെ ദൂതനാകുന്നു. Hallelujah, they are the angels of the church. അവൻ 3 വ്യാഖ്യാനങ്ങൾ അതിനെ പറ്റിയുണ്ട്. There are 3 hallelujah there are 3 different ways in which we can interpret ഓരോ that. സഭയ്ക്കും ഓരോ ദൂതനുണ്ട്. In other hallelujah, one way that we interpreted it is that each church has an angel. മറ്റൊന്ന് ഓരോ സഭയ്ക്കും ദൈവത്തിന്റെ പ്രതിനിധികളുണ്ട്. Hallelujah, another interpretation is that there is a representative from each church. മറ്റൊന്ന് ഓരോ സഭയ്ക്കും ദൈവത്താൽ ആക്കപ്പെട്ട മൂപ്പന്മാർ അധ്യക്ഷന്മാരുണ്ട്. Another interpretation is that each church has hallelujah elders and deacons who are kept hallelujah who are kept responsible by God. അവർ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാണ്. Regardless of what it may be, they are set in the hands of God. ദൈവ ശുശ്രൂഷയുടെ ഏറ്റവും മഹത്തരമായ കാര്യം എത്ര പേരുള്ള സഭയെന്നോ ഇവിടത്തെ വലിയ സഭ എന്നുള്ളതല്ല. സ്തോത്രപ്പിനെയോ ദൈവത്തിന്റെ കരത്തിലാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ ഇരിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. Hallelujah, it doesn't matter hallelujah how big your church is, how many people attend. That's not the factor that God is looking for. Rather, we understand that hallelujah, whatever the situation might be, we are held in the hands of God. പലപ്പോഴും ദൈവിക ശുശ്രൂഷയ്ക്ക് ദൈവിക ദൗത്യത്തിന് ഇറങ്ങാൻ പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. Many times people have hallelujah reservations before they are able to step out into ministry. ആമേൻ. കർത്താവിന്റെ മേലുള്ള ബന്ധത്തിൽ ചെറുതായാലും വലുതായാലും ദൈവ സഭയെ ശുശ്രൂഷിക്കുന്ന ഏവരും ഇരിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലാണ്. Regardless of what your responsibility might be it small or great, hallelujah, if you are working for the kingdom of God, you are held in the hands of God. അങ്ങനെ നോക്കാമെങ്കിൽ നമ്മൾ എല്ലാവരും ആരുടെ കരത്തിലാണ്? If that be the case, then we are all in whose hands? Praise the Lord. രാജകീയ പുരോഹിത വർഗ്ഗമായി വിശുദ്ധ വംശമായി സ്വന്തം ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് നാം ഇരിക്കുന്നത് ആരുടെ കരത്തിലാണ്? Hallelujah, we who have been called and separated, a royal priesthood, a chosen generation, who are we hallelujah held by? Praise the Lord. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവരെ ദൂതന്മാരായിട്ട് ആമേൻ തിരുവെഴുത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Those who are servants of God are sometimes and often in the word of God represented as angels. ഞാൻ ആ ഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. I don't have the time hallelujah to go into that. ആമേൻ. നിലവിളക്ക് മാത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുക. Let's talk about the lampstands. ആമേൻ. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതനാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. It says here in verse 20 that the 7 stars hallelujah were the 7 angels of the 7 churches and the 7 lampstands of the 7 churches. ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അമിസ്തോത്രം കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്ക്. So what is hallelujah the church likened to? Hallelujah, the metaphor that is used is that it is a lampstand. അതിന്റെ ഏറ്റവും മനോഹരമായ കാര്യം ഇതിന്റെ നടുവിലൂടെ ആര് ഉലാവുന്നുണ്ട്? അവൻ കർത്താവ് ഉലാവുന്നുണ്ട്. And the most beautiful thing we see there is that in the midst of these 7 lampstands, who is it? Hallelujah, it is Christ whose presence is there. അവൻ ഭൂമിയും ഭൂമണ്ഡലവും സൃഷ്ടിച്ച കർത്താവ് അമിസ്തോത്രത്തിൽ തേജോ രൂപയായി ഇറങ്ങുന്നത്
താൻ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയ്ക്കകത്ത് അവൻ ഇറങ്ങുന്നുണ്ട്, അവൻ ഉലാവുന്നുണ്ട്. Hallelujah. We understand that God, the creator of the earth and all that is within the earth and the entire universe we see around us, hallelujah, he comes down and his presence, hallelujah, graces the church that he paid for with his own precious blood. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലവും ആ കർത്താവിന്റെ സാന്നിധ്യം ദൈവസഭയ്ക്കകത്തുണ്ട്. Even today we experience the presence of an ആമേൻ. almighty ആരാണ് സഭ? God. ആരാണ് സഭ? Who is the church? ആരാണ് സഭ? Who is the church? അയ്യോ, നമ്മൾ ഓരോരുത്തരുമാണ് സഭ. Oh, we are the church. അവൻ നമ്മൾ ഓരോരുത്തരുമാണ് നിലവിളക്കായി കത്തി ശോഭിക്കേണ്ടത്. Each one of us have been called to, hallelujah, shine like a lampstand. നാം ഒരുമിച്ചിരിക്കുമ്പോൾ ഇവിടെ നടുവിൽ നമ്മുടെ രാജാതി രാജാവ് കർത്താതി കർത്താവ് അവൻ തേജസ്സുമായി ഇറങ്ങി വരുന്നത് ആത്മാവിൽ കാണുവാൻ തയ്യാറാകണം. And when we shine bright for him like a lamp, then we know that his presence is here in our midst. നാം ആരാധിക്കേണ്ടത് പാസ്റ്റർ പറഞ്ഞതുകൊണ്ടല്ല, We do not worship because the pastor tells us to. അവൻ കൊയർ പാടിയതുകൊണ്ടല്ല, We don't worship because the choir are singing. ചെയ്തതുകൊണ്ടല്ല, We don't worship because of the പിന്നെ instruments. നമ്മുടെ ഓഡിയൻസായി അവൻ നമ്മുടെ ആരാധന സ്വീകരിപ്പാനായി രാജാതി രാജാവ് അവൻ ആലയത്തിൽ ഉലാവുന്നുണ്ടെന്ന് ആ ബോധ്യത്തോടെ വേണം നാം ദൈവത്തെ ആരാധിപ്പാൻ. The reason for our worship is this, because we know that there is one who is, hallelujah, the audience, the one who is the receptor of all our worship. The King of Kings is in our midst, waiting to hear the praises from his people. അവൻ നക്ഷത്രങ്ങൾ വലം കയ്യിൽ പിടിച്ച് 7 പൊൻ നിലവിളക്ക് നടുവിലൂടെ അമിസ്വത നിലയങ്കി ധരിച്ച് ഭാരത്ത് പൊൻകച്ച കെട്ടിയവനായ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആത്മാവിൽ കണ്ടുവേണം ദൈവസഭ ആരാധിക്കാൻ. Hallelujah, when we worship him, we need to see in the spirit that there is one, hallelujah, who holds the stars in his right hand, the one who walks among the 7 lampstands, the one who is girded with a cloth, the one, hallelujah, who has a golden sash about his chest. He is the receiver of all our praise. നാം സേവിക്കുന്ന കർത്താവ് ആരെന്ന് അറിഞ്ഞു വേണം ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ. We need to have a revelation of who he is when we worship him. Praise the Lord. Hallelujah. ആലയത്തിൽ വരുമ്പോൾ ആമി പാടി ആരാധിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ സെൻസ് ചെയ്യണം. ആമി ഈ കർത്താവ് പത്മോസിൽ മാത്രമല്ല താൻ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഈ ജലത്തിന്റെ നടുവിൽ അവൻ ആത്മാവിൽ ഉലാവുന്നുണ്ട്. We need to recognize that when we come into the presence of God, that it's not only in the island of Patmos, but also here where 2 or 3 are gathered as we worship and as we praise. The presence of an almighty God, the presence of the King of Kings is in our midst. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട്, Hallelujah. സഭയുടെ Hallelujah. ഉലാവുന്ന ദൈവ സാന്നിധ്യം. Oh, the presence of an almighty God. Hallelujah. Hallelujah. ആമേൻ. നിലയങ്കി എന്ന് പറഞ്ഞാൽ ആമേൻ മഹാപുരോഹിതൻ ആമേൻ ധരിക്കുന്ന വസ്ത്രമാണെന്ത്. അവൻ പ്രവാചകന്മാർ ധരിക്കുന്ന വസ്ത്രമാണ്. രാജാക്കന്മാർ ധരിക്കുന്ന വസ്ത്രമാണെന്ത്. അവൻ കർത്താവിനെ കണ്ടപ്പോൾ അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി, നമ്മുടെ രാജാതി രാജാവായി, അവൻ നമ്മുടെ പ്രവാചകനായി അവൻ ആത്മാവിൽ കാണുകയാണ്. അവൻ സഭയുടെ നടുവിലൂടെ അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. When we read here about the garment that Christ is wearing, the robe that, hallelujah, stretches down to his feet, what is that garment? What is that linen cloth? Hallelujah, it represents that which the priests, hallelujah, used to wear. It represents that which, hallelujah, the prophets used to wear. It represents that which the kings used to wear. Hallelujah. And so we understand that as we come into the presence of an almighty God, Christ is in our midst as our high priest. He is the King of Kings and he is the great prophet that intercedes for you and I. Amen. Hallelujah. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമൂടി ശിരസാദിൽ വായിച്ച് 7 പൊന്നിലാവിളക്കുകളാതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമൂടി ശിരസാദിൽ വായിച്ച് 7 പൊന്നിലാവിളക്കുകളാതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. എടുത്തു വെച്ചോ, നമുക്ക് ലാസ്റ്റ് പാടാം. ശ്രദ്ധിച്ചാട്ടെ. Hallelujah. ആമേൻ. കർത്താവ് ഉലാവുന്നുണ്ട്.
He is in our ഇത് midst. കാണാതെ പോകരുത്. Do not miss ഇത് this. അനുഭവിക്കാതെ Do പോകരുത്. not miss this അവൻ experience. ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ If you വിടുതലാണ്. experience His goodness, it is a blessing in your life. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. You need to recognize the glory of the one whom we serve. സ്തോത്രം. Hallelujah. എന്നിട്ട് പറയുകയാണ് ഈ സഭയോട് ദൈവത്തിന് ചിലത് പറയാനുണ്ട്. And now, hallelujah, we read that He has a message for the അവൻ church. സഭ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കായി ദൈവം ഉപയോഗിക്കുകയാണ്. Here we see, hallelujah, that the church is being likened to, hallelujah, a lamp that burns brightly. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. Exodus 25 verse 31. ആ. പുറപ്പാട് 25:31. അവൻ സ്വതന്ത്രോടെ വായിച്ചാട്ട്. ആ ആ ശ്രദ്ധിച്ചേ, മോശയ്ക്ക് സമാഗമന കൂടാരം പണിയുമ്പോൾ അതിൻ്റെ അകത്ത് നിത്യം കത്തിക്കൊണ്ടിരിപ്പാൻ ഒരു നിലവിളക്കിന് പണി പറഞ്ഞു കൊടുക്കുന്നു. See here, when Moses is being given the manuscript for, hallelujah, constructing the tabernacle, God asks him to build a lamp so that it can forever burn within the, hallelujah, within the tabernacle. തങ്കം കൊണ്ട് എന്ന് പറഞ്ഞ പ്യുവർ ഗോൾഡ്, അത് ദൈവ വചനത്തെ കാണിക്കുന്നു. And when, hallelujah, it says there that it should be made of pure gold, it represents the pure word of God. അടുപ്പ് പണിയായിട്ട് വിളക്ക് പണിയാണ്. It says, hallelujah, that it's Beaten work shall the candlestick be made. Okay. ആമേൻ, സ്തോത്രം. നമുക്ക് ഇവിടുത്തെ പിള്ളേർക്ക് അറിയത്തില്ലേലും കൊല്ലനും ആലയും ഒക്കെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആമേൻ, സ്തോത്രം. നമുക്കറിയാം. ആമേൻ, സ്തോത്രം. നമ്മൾ എന്ത് കാര്യവും നീ നമ്മുടെ പിച്ചാത്തിക്കൊന്ന് മൂർച്ച കൂട്ടാൻ പോയാൽ പോലും തീ കിട്ടിട്ടെങ്കിൽ തരുവാണോ? നല്ല ചുറ്റ കിട്ട് എന്ത് ചെയ്യും? പഴത്തും കൊണ്ട് നല്ല അടിച്ചടിച്ചടിച്ചടിച്ചാ എന്ത് ചെയ്യുന്നത് അതിന് അല്ലേ ഷേപ്പ് വരുത്തി അവൻ മൂർച്ച കൂട്ടുന്നത് കണ്ടവർ മാത്രം ഒന്ന് കാര്യം ഒരു തോന്നണം ചെയ്താട്ട്. Perhaps you have not seen, but I'm sure you may have seen from stories or from cartoons, hallelujah, when you have a sword or a knife that requires sharpening in the olden days, it's taken to the anvil and a smith or a mason, hallelujah, would beat it with a hammer so that it can be, hallelujah, after it's placed into the furnace so that it can be sharpened and it can be shaped. Praise the Lord. കാരണം ഇത് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കുള്ളതല്ല, നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതായതുകൊണ്ട് അടിസ്ഥാനം നന്നായി അവൻ അടുപ്പണി വചനം കൊണ്ട് നന്നായിട്ട് അടിച്ച് വേണം ആരെ വളർത്താൻ. And so when you read here in this verse, hallelujah, how this lampstand ought to be constructed, firstly it says it should be made of pure gold, and then it says, hallelujah, it should be hammered work. In other words, hallelujah, because it is a construction that is not just for today or tomorrow, it's not a temporary lampstand, because it is one that is supposed to be burning, hallelujah, eternally in the presence of God. It is to be hammered, it is to be a beaten work. ഈ തൊട്ടു തലോടി പ്രസംഗിക്കാൻ എളുപ്പോ? It's easy, hallelujah, to speak from the word of God in a comfortable way that doesn't cause offense. ഈ അടിച്ച് പണിയുമ്പോൾ എല്ലാവരും ഷേപ്പ് മാറും, ചിന്താഗതി മാറും, സ്വത്രം കുറയും, ബഹുമാനം കുറയും, ആകപ്പാടെ ബുദ്ധിമുട്ടാണ് വചനം നന്നായിട്ട് അടിച്ചങ്ങോട്ട് പണിയാൻ തുടങ്ങി. But hallelujah, when the word of God is being used like a hammer, as it is, hallelujah, described in scripture, and it is used, hallelujah, to beat into shape, to hammer, hallelujah, what is misshapen, and to, hallelujah, guide into the right, hallelujah, stipulations of the construction, that becomes tough. കാരണം ഇങ്ങനെ അടിക്കും തോറും ആവശ്യമില്ലാത്തത് മുഴുവൻ പുറത്ത് വന്ന് മാക്സിമം പെർഫെക്റ്റ് ആകും. അതിനുവേണ്ടിയാണ് നന്നായിട്ട് അടിച്ചു പണിയുന്നത്. You notice that every time, hallelujah, the mason or the, hallelujah, goldsmith takes the hammer to the work, hallelujah, and he starts beating, hallelujah, the metal that he is using, hallelujah, all the imperfections are gone, the flaws are gone, and it becomes closer and closer to what it should be like. Praise the Lord. Hallelujah. നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ
വചനം കൊണ്ട് എന്ത് ചെയ്യണം? അവൻ നന്നായിട്ട് അടിപ്പ് പണി പോലെ നന്നായി നിത്യം കത്തണമെങ്കിൽ വചനം കൊണ്ട് നീ നന്നായി മാനസാന്തരപ്പെട്ട് ഒരുക്കപ്പെട്ടാൽ മാത്രമേ നിനക്ക് കത്താൻ കഴിയത്തുള്ളൂ. And so this should be our own prayer when we come to the presence of God to say, Lord, hallelujah, take the word of God that is the hammer and use it to beat me into shape, hallelujah, to chisel away, hallelujah, every flaw, to hallelujah, make me a hammered piece of work so I can become a lampstand that forever burns in your presence. ഈ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഒടയാൻ തുടങ്ങും. And hallelujah, as this work is commenced, as the hammer is taken to the hallelujah metal work, all our own desires, our own hallelujah, our own intentions, they're moved, they start to break. നമ്മുടെ പല പദ്ധതികൾ ഒടഞ്ഞു പോകും. Many of our own plans that we hallelujah created in our mind are broken. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അറിയാത്തതും ചിന്തിക്കാത്തതുമായ മനോഹരമായ വിധത്തിൽ മറ്റൊരു വശത്തോടെ ഷേപ്പ് വന്നുകൊണ്ടിരിക്കുക. But what you don't realize is that hallelujah, in a way beyond your expectations, beyond your anticipation, hallelujah, the Lord is creating you into a masterpiece, hallelujah, for his glory. ആമേൻ. നിന്റെ ആത്മാവിന്, നിന്റെ അകത്തെ മനുഷ്യനെ വിശുദ്ധീകരിക്കേണ്ടതിന് വചനം കൊണ്ട് ദൈവം അടിക്കുമ്പോൾ അത് നിന്റെ തിന്മയ്ക്കല്ല, നിന്നെ വളർത്താനാണെന്ന് ദൈവസഭ മറക്കരുത്. So that your inner man, hallelujah, would become, hallelujah, the perfect vessel, the perfect masterpiece that the hallelujah goldsmith or the mason intends, hallelujah. That is the reason which, hallelujah, with which he beats it into shape, not to destroy you, but to build you up. 37ാമത്തെ വാക്യം. Verse 37. ശ്രദ്ധിച്ചാട്ട്, എന്തിനു വേണ്ടിയാണ്? മുൻപോട്ട് പ്രകാശം കൊടുക്കാൻ. ഇത് പണിത് ഒരുക്കിയെടുക്കുകയാണ്. In that verse we read, hallelujah, the purpose with which these lampstands are created so that they can shine light in front of them. തീ കത്താൻ എളുപ്പവശങ്ങൾ അതിനു മുൻപ് അടുപ്പ് പണിയായി ഒരുക്കപ്പെടേണ്ടതുപോലെ വചനം കൊണ്ട് ഒരുക്കപ്പെട്ടാൽ മാത്രമേ നിനക്ക് ശോഭിക്കാൻ കഴിയത്തുള്ളൂ. Understand that this is the final and ultimate purpose, that you have been created to shine a great light. But in order for you to come into your purpose, the hammer work has to take place. The foundations have to be right. Hallelujah, the shape has to be constructed in the perfect way. Praise the Lord. Hallelujah. മോനെ, ഇങ്ങനെ സംസാരിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനൊന്നും ഒരിക്കലും നടക്കല്ലേ എന്ന് പറയുമ്പോൾ ഒരടിയാ കിട്ടുന്നത്. സ്വതന്ത്രം ഇങ്ങനെ ഓരോന്ന് നമ്മുടെ പല ഇഷ്ടങ്ങളെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറയും, എന്നാ പിന്നെ വേറെ സഭയിൽ പോവാന്ന് പറയും. Hallelujah. വേറെ ഇത്രയും കട്ടിയുള്ളതൊന്നും വേണ്ട, ഇച്ചിലൂടെ സോപ്പ് സൂപ്പ് സാൽവേഷൻ ഇഷ്ടം മോണൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്ത് അല്ലേ, നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യാം, അടുത്ത ഒരു സഭ MBC 2 തുടങ്ങാം. സ്വതന്ത്രം. ഇതുപോലെ പ്രിയരെ, കത്തണമെങ്കിൽ ഇത് അമിശ്വര സഭയല്ല കത്തിക്കുന്നത്, പാസ്റ്റല്ല കത്തിക്കുന്നത്. പണി നന്നായിട്ടുണ്ടെങ്കിൽ നീ തന്നെ കത്തിയിരിക്കും. When the teaching gets tough, hallelujah, when the word of God starts to convict your heart and you start to hear messages that are dealing, hallelujah, with the sin in your life, and hallelujah, the servant of God starts to point out the flaws and the mistakes in your life, saying you shouldn't be talking like this, you shouldn't be going in such and such a place, the friendships that you have shouldn't be in such and such a way, you should be separate, you should be this, you should be that. We start to think, oh, this is too much, this isn't what I want, and we forget that every time, hallelujah, the word of God is used to beat our life into the perfect shape. We start to think to ourselves, oh, I don't want this message, I don't want this church, I'll go somewhere else. വചനം കൊണ്ട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര്? How many of us desire that we would be built by God's word? സംശയം കൂടാതെ ദൈവാത്മാ പണിതെടുക്കും കേട്ടോ. Hallelujah, without a doubt the Spirit of the Lord will build us up, ആയിട്ട് ദൈവാത്മാ പണിതെടുക്കും. and that will be a perfect work of God. Praise the Lord. Hallelujah. ലേവ്യ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 2-4 വാക്യങ്ങൾ വായിച്ചാട്ടെ. The book of Leviticus chapter 24, and if we read verse 2 and 4. ഈ അടുപ്പ് പണി നന്നായിട്ട് പണിത് ഒരുക്കിയെടുത്താൽ അടുത്തത് എന്തിനാണെന്നറിയാമോ? നിത്യം കത്തിക്കൊണ്ടിരിക്കണം. See, here we read that
the reason why the lampstands had to be constructed in such a manner, hallelujah, so that it was a hammered piece of work, is because the intention is for it to burn continually. ദൈവസഭയെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. That's the desire that God has over the ആറാം church. മാസത്തിലോട്ട് നാം പ്രവേശിക്കാൻ As we പോകുന്നു. enter into the 6th month of the year, കെട്ടും പോകുന്ന കത്തുന്ന അവസ്ഥ മാറിയിട്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കത്തിക്കൊണ്ടേയിരിക്കണം. hallelujah, having moved aside from the situation in your life where sometimes you're burning and sometimes your flames extinguish. No, he wants you to continually burn. അത് നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കണം. That should be our desire. കർത്താവേ കെട്ടുപോകരുത്. Lord, that my flame would not be extinguished. ദൈവസഭയുടെ ആത്മീയ സന്തോഷം കെട്ടുപോകരുത്. Oh, that the spiritual joy of the church would not be extinguished. നിന്റെ പ്രത്യാശ കെട്ടുപോകരുത്. So that your hope would not be put out. അഭിഷേകം കെട്ടുപോകരുത്. That your anointing would not be put out. ആരാധന കെട്ടുപോകരുത്. Oh, that your vision would not be put out. കത്തിക്കൊണ്ടിരിക്കണം. So that you would continually burn. കത്തിക്കൊണ്ടിരിക്കണം. That you would continually burn. പണിതെടുത്തത്. So that he can build you up. Hallelujah. അങ്ങനെ Hallelujah. നടുവിലൂടെ നീലയങ്കി ധരിച്ച രാജ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. And hallelujah, through the lampstands that burn continually, there is the King of Kings whose presence graces us. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Oh, in the powerful name of പണിതെടുത്തത് Jesus. നീ ഇങ്ങനെ ഇരുണ്ടിരിക്കാനല്ലെന്ന്. You haven't been built so that you remain dark without a light. നിത്യം കത്തിക്കൊണ്ടിരിക്കണം. Know that you burn അടുത്ത continually. തലമുറ നിന്നിൽ നിന്ന് പകർച്ച പ്രാപിക്കണം. Oh, that another generation will receive the light from you. ഒരു വ്യക്തിയും ഇങ്ങനെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. So that another person would come to know Christ through you. തീ കത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Because God wishes that you would pass on this flame. പ്രകാശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God wishes to cause you to light for Him. നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. നിത്യം കത്തുന്ന വിളക്കായി. Oh, a lamp that continually burns. നിത്യം കത്തുന്ന വിളക്കായി. A lamp that continually burns. ഓടാബാരാബസിയാദ. Hallelujah. അന്തരവൈദമാനഗച്ഛസിയാദ. Hallelujah. ഉദരമലവശമനഗടഗശിയാദ. Yes. പ്രവാനിയ വൈദമാനഗച്ഛസിയാദന. To അത് burn for you. സംഭവിക്കട്ടെ. To burn ഒരു for you, ശക്തിയെ Lord. കെടുത്തിക്കളയാത്ത. To burn for you, അന്ധകാരത്തെ Lord. കെടുത്തിക്കളയാത്ത. To ഈ continually ശാലമുള്ള burn. കൊടുങ്കാറ്റിനെ To continually കെടുത്തിക്കളയാത്ത burn. ഒരാത്മാവിന്റെ തീ To continually ദൈവസഭയ്ക്കകത്ത് burn in the കത്തട്ടെ. presence of God. Oh, as a lamp that sheds forth light. Ribel kaudarika nadarabarabarabushade. To continually burn. Oh, ഓ ജീസസ് ഇന്ന് പകൽക്കാലത്തെ ആത്മാവ് കത്തിക്കുകയാണ്. നിന്റെ ദീപത്തെ കത്തിക്കുകയാണ്. The Spirit wants to set you alight. The Spirit wants to set you alight. കഷ്ടതയ്ക്കകത്ത് കത്തുന്ന, പ്രതികൂലത്തിനകത്ത് കത്തുന്ന, ശോധനയ്ക്കകത്ത് കത്തുന്ന, വേദനയ്ക്കകത്ത് കത്തുന്ന, ഓ യേശുവിന്റെ നാമത്തിൽ ശൂന്യതയ്ക്കകത്ത് കത്തുന്ന ഒരു നിത്യം കത്തുന്ന തീ. for you, Lord. To continually Ha. burn for you, Lord. Shama, To Naga, continually Radara, burn for you, Lord. Sheka, Yes, Lord Manasia, Jesus. Lanteria, Hallelujah. Ragasi, Continually burn in the Arta presence Prava, of God Ramtare, as a lamp in your Diva, presence, Father. Ramashantara, That your hallelujah Oh, that you Ribishanda, walk in our Pravane, midst, Lord. Diga, That we would be Ragakana, lampstands in your presence, Father. Hallelujah. Created of pure gold. Hallelujah. Hammered pieces of work, Katattu Lord, magal that God. continually burn. Not to be put out, not to be extinguished by the lies of the enemy, but to continually burn for you, Jesus. To continually burn for you, Father. Hallelujah, hallelujah. Let this be our prayer. Let this be our prayer. Let this be our desire to burn for Him, to be set on fire. Hallelujah. To be set on fire. Hallelujah. To be set aflame. Yes, yes. To continually burn. To continually burn. For the glory of God. For the glory of God. A lamp in the presence of God. Yes, Lord. Yes, Lord. To continually burn for you, Jesus. To continually burn for you, Jesus. To remain in your presence, Master. Yes, Jesus. Holy Spirit, do your work. Holy Spirit, do your work. To continually burn. To continually burn in your presence. Lord, we pray. We pray. We pray. Let this be your will. Let it be fulfilled. Hallelujah. 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 Praise the Lord. Yes.
Yes, Lord. Yes, Lord. Jesus. Hallelujah. Hallelujah. To continually burn for you, Lord. In your presence, Master. Make me pure gold. Pure gold, Jesus. Take away every impurity, every flaw, every failure. Cleanse it by your word. Wash me with your word. Cleanse me by your blood. Make me new by your spirit, Lord. The grace of God. Yes, Lord Jesus. Oh, let the blood of the Lamb be sprinkled upon your doors and doorposts. Because he comes in your midst. He is in your midst. Yes, Lord. Yes, Lord. Yes, Lord. Continually burn for you. Thank you, Jesus. Hallelujah. Hallelujah. Yes, Lord. Hallelujah. Yes. ശ്രദ്ധിച്ചേ, ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച ഒരു ദിവസം കത്താനായിട്ടല്ല. God does not desire that we burn on a Sunday. ഭവനത്തിനകത്ത് നീ കത്തണം. No, even in your homes you should be on fire for him. നിങ്ങളുടെ ജോലി മേഖല നിങ്ങൾ കത്തണം. In your workplace you should be a burning light. കെടുത്തി കളയുന്ന സർവ്വ പദ്ധതിയുമായിട്ട് പിശാച് കടന്നു വരും. The enemy will come with every scheme under the heavens to extinguish your flame. അടുപ്പ് പണിയായി പണിത നിലവിളക്ക് അത് നിത്യം കത്തിക്കൊണ്ടിരിക്കും. But because you are a hammered piece of work, you will continually burn. മാത്രമല്ല ആ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണം. Not only this, we read here that pure oil of pressed olives will be brought to keep the lamp burning. തെളിവുള്ള എണ്ണ. Pure oil. തെളിവുള്ള എണ്ണ. Pure oil. ഇന്ന് ഇടയ്ക്ക് മങ്ങിപ്പോകാതിരിപ്പാൻ. Hallelujah, so you don't grow dim. കെട്ടുപോകാതിരിപ്പാൻ. So that you are not extinguished. കാരണം മരുഭൂമിയിലാണ് ഈ സമാഗമന കൂടാരം ഉള്ളത്. Because this tabernacle, it's situated in the desert. നല്ല കാറ്റടിക്കും. Oh, there will be the desert storms that blow. മണൽക്കാറ്റും പൊടിക്കാറ്റും ഒക്കെ അടിക്കുമെന്ന്. Sandstorms will blow your way. എന്ത് സംഭവിച്ചാലും ഈ തീ അണയരുത്. But whatever happens, your flame should not be extinguished. കൊടുത്ത ഒരു പ്രമാണമാണ്. Oh, this is an ordinance of the Lord. ആരൊക്കെ വീണാലും അകത്ത് കത്തിയ തീ കെട്ടുപോകരുത്. Whatever happens in the outside, the flame that burns within the tabernacle should continually burn. ആര് വന്നാലും ഇല്ലെങ്കിലും അകത്ത് കത്തിച്ചത് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. Regardless of who comes, who doesn't come, it doesn't matter. The lamp continually burns. അതുകൊണ്ട് തെളിഞ്ഞ എണ്ണ ദൈവം പകരും. And so God said, let there be pure oil for the lamp to burn. നാം കേട്ടതുപോലെ ഹല്ലേലൂയ ആ എണ്ണ കൊണ്ട് അവൻ എന്നെ എന്ത് ചെയ്യും? അഭിഷേകം ചെയ്യും. Hallelujah, just as we read from the psalm, he anoints my head with oil. ഈ എല്ലാ വകുപ്പും ഇതിനകത്ത് ഇരിപ്പുണ്ട്. Oh, all of these things are within here. പണിയപ്പെടുന്നത് ഇരിപ്പുണ്ട്. Hallelujah, there is that which in which we are built. പണി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതുണ്ട്. And hallelujah, after the construction, what happens? തെളിഞ്ഞത് ഒഴിയണം. Because hallelujah, pure oil is poured. കർത്താവ് പകരും. Hallelujah, God will pour. വചനപ്രകാരം ഒരുക്കപ്പെട്ട് നിന്നാൽ If you are prepared according to his word, തെളിഞ്ഞത് കർത്താവ് ഒഴിക്കുമെന്ന്. God will pour out pure oil. നിത്യം കത്തേണ്ടത്. Why? So that you will continually burn. കൊടുങ്കാറ്റും പെരുങ്കാറ്റും അടിച്ചാലും തെളിഞ്ഞ എണ്ണയുള്ളിടത്തോളം കാലം ഈ തീയെ കെടുത്താൻ കഴിയത്തില്ല. It doesn't matter what sandstorm, what hurricane, what tornado blows your way, this light will forever shine. ഇത് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. Because he will continually pour out this pure oil. Hallelujah, not just once to worship, not just to hear the word, but daily to be strengthened by the word, so that you would renew your strength, that you would worship in the spirit. Because God wishes to pour pure oil, so that you will eternally burn, that you would burn till your dying breath. The Spirit wishes to pour out the anointing of His Spirit. Hallelujah. 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 നാലാമത്തെ വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. Verse 4 as well reads like this. ആമേൻ. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ
ദീപങ്ങൾ ഒരുക്കി വെക്കണം. Hallelujah. These lampstands should hallelujah forever be prepared in the presence of God, made of pure gold. അവൻ എന്നും ഹല്ലേലൂയ കത്തേണ്ടത് ഒരുക്കി വെക്കണം. Hallelujah, you should prepare so that it continually burns for the Lord. ഓരോ ദിവസവും പുതിയത് കത്തി തുടങ്ങണം. Hallelujah, every day a new hallelujah flame should burn. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire നമ്മൾ this? ഒരുക്കിക്കൊണ്ട് വന്നാൽ Hallelujah, if we are prepared, കർത്താവ് ഇത് കത്തിക്കും. then the Lord will hallelujah fan into രാത്രി flame. നമ്മുടെ ഈ തലമുറകൾ കത്തണം. Hallelujah, so that our children would burn for Him. അഭിഷേകത്തെ നിറയപ്പെടാത്തവർ നിറയണം. Those who have not received the anointing would be filled with a new power. ഞാനിപ്പോൾ എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? Hallelujah, how many of you understand? അതുകൊണ്ട് ഈ നിലവിളക്കിന്റെ നടുവിലൂടെ നിലയങ്കി ധരിച്ചു മാറത്ത പൊൻകച്ച കെട്ടിയവൻ ഇങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. And so remember, hallelujah, that there is one who wears, hallelujah, a garment, who is, hallelujah, has a golden sash across his chest, who walks in the midst of the 7 lampstands. അവിടെ സഭ എങ്ങനെ ഇരിക്കണം? And so how must the church be? കത്തിക്കൊണ്ടിരിക്കണം. The church must be on fire for Him. ജ്വലിച്ചുകൊണ്ടിരിക്കണം. Should continually കഴിഞ്ഞ burn. 3 ദിവസം ഇത് തന്നെ മാറി തിരിഞ്ഞും ദൈവാത്മാവ് സംസാരിക്കുന്നത്. Hallelujah, this is the same message that we hear over and over. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are full of joy? എണ്ണ പകരുന്ന ദൈവം, Because it is God who pours the പകരം oil. കൊണ്ട് പണിയുന്ന ദൈവം, It is God who constructs us. കത്തിക്കുന്ന ദൈവം. It is God who sets us alight. ചിലരെ കത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. And God wishes even today, hallelujah, to set you on fire. Praise the Lord. Hallelujah. അവൻ ഈ ദൈവാത്മാവ് നടന്നു കഴിഞ്ഞപ്പോൾ 7 സഭകളെ ശരിക്കും വിവേചിച്ചു. Hallelujah. And when the Spirit began to move, hallelujah, He was able to discern the churches. ആമേൻ സ്തോത്രം. അവരുടെ കുറവുകൾ മുഴുവൻ വെളിപ്പെട്ടു വന്നു. Hallelujah. Their flaws, their shortcomings were revealed. ആമേൻ എഫെസോസിനോട് പറഞ്ഞു, ആദ്യ സ്നേഹം നിനക്കില്ല. To Ephesus, hallelujah, the Spirit said, you have lost your first love. പക്ഷെ കത്തിക്കൊണ്ടാ ഇരിക്കുന്നേ. But you're still burning. പക്ഷെ എന്തോ ഇല്ല, But what have you lost? ആദ്യ സ്നേഹമില്ല. You've lost your first love. ആമേൻ സ്മരണയോട് പറഞ്ഞു, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. Hallelujah, to Smyrna, hallelujah, the Spirit said, be faithful until death. അവൻ പെർഗമോസിനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചില അന്യ ഉപദേശങ്ങൾ നിന്റെ സഭയ്ക്കകത്തുണ്ട്. To Pergamum, he said, hallelujah, there are some false doctrines in your midst. ആമേൻ സ്തോത്രം. തിയോദയ സഭയെ പറ്റി പറഞ്ഞു, ഇസാബേലിനെ അനുവദിക്കുന്ന ഒരു കുറ്റമുണ്ട്. Hallelujah, to Thyatira, hallelujah, he said that you have allowed the spirit of Jezebel. അവൻ വിഗ്രഹാർപ്പണം ദുർനടപ്പൊക്കെ സഭയ്ക്കകത്തുണ്ട്. Hallelujah, idolatry and immorality are within your church. ദാസന്മാരെ ഉപദേശിച്ച് തെറ്റിച്ച് കളയുന്നവരിന്റെ അകത്തുണ്ട്. Hallelujah, there are those who are, hallelujah, leading astray the servants of God. സർദീസിലെ സഭയോട് പറഞ്ഞു, ജീവനുള്ള പേരുണ്ട്, നീ ചത്തിരിക്കുക, മരിച്ചിരിക്കുക. To the church in Sardis, the Spirit said, though you are called, hallelujah, one with life, you are dead. ഫിലദൽഫിയ സഭയോട് പറഞ്ഞു, കിരീടം കൊള്ളാം, ആരും എടുക്കരുതെന്ന് പറഞ്ഞു. Hallelujah, to the church in Philadelphia, the Spirit said, you have a crown, but be careful that no one takes it from you. ലവോദിക്കയോട് പറഞ്ഞു, നീ ശീതവാനുമല്ല ഉഷ്ണനുമാനുമല്ല, നീ കുരുടൻ, നഗ്നൻ, നിർഭാഗ്യവാൻ, അരിഷ്ടൻ എന്ന് പറഞ്ഞു ഒരു ദൂത് അങ്ങോട്ട് കൊടുത്തു. Hallelujah, to the church in Laodicea, the Spirit said, hallelujah, you are neither hot nor cold, you are naked, hallelujah, you are poor, you are needy, you are, hallelujah, in a sorry state. ഇതെല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ട്. Hallelujah. സമയം പോയി. Amen. തീരുമാന ശുശ്രൂഷയുണ്ട്. പക്ഷെ ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് ഉലാവുമ്പോൾ ആരാധന മാത്രമല്ല, തീ മാത്രമല്ല, നീ ശുദ്ധീകരിച്ച് അംശം നിന്നെ ഹല്ലേലൂയ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരേണ്ടത്. Oh, I wish I could take more time to go into detail about all the messages that the Spirit has spoken to the churches, but understand this, hallelujah, that when the Spirit moves, hallelujah, not only is there anointing, not only is there power, not only is there deliverance, hallelujah, not only is there worship, but there is purification, there is cleansing, there is conviction. You will be made, hallelujah, pure, hallelujah, daily. You will be made more and more like Christ. ഞാനാകുന്ന നിങ്ങളാകുന്ന വിളക്കിനെ കണ്ടിട്ട് ഉലാവുന്ന ദൈവാത്മാവ് ദുഃഖിക്കരുത്. Hallelujah, when the Spirit comes to move among the lampstands, hallelujah, the lampstands that are you and I, the Spirit should not be sorrowed. അവൻ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതാണ്. Because we have been redeemed with a great price. നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ലായിരുന്നു. We have not been called to be like this. നഷ്ടപ്പെട്ടു പോകേണ്ടവന്. Hallelujah, we are not been called to be lost. ദൈവം അറിയാതെ, ദൈവ സാന്നിധ്യം അറിയാതെ എവിടെയൊക്കെ അലഞ്ഞു തിരിയേണ്ടതാ. Hallelujah, we have not been called so that we are lost, straying away from the love of Christ. കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാസ്നേഹ നിമിത്തം നമ്മളെ തിരഞ്ഞെടുത്ത്
ദത്തെടുത്ത് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് തന്റെ മക്കളാക്കി തീർത്തിരിക്കും. Oh, but we see an almighty Father, a loving King, hallelujah, who looked to us with grace and mercy, who sent his only Son, hallelujah, so that we would be bought with the very blood that flowed from his veins. അവൻ ആ കർത്താവിനെ കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകൾ. And when he comes to, hallelujah, see us, he should see that we burn as a lampstand in his presence. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. Hallelujah. ആമീൻ. ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലമില്ലേ? Is not, hallelujah, the power of God's presence in our midst today? ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്ന് നോക്കുകയാണ്. Because Christ, he looks at your heart today. ഹല്ലേലൂയ. Hallelujah. നിന്റെ എണ്ണ കുറഞ്ഞു പോയോ? നിന്റെ കരിന്തിരിയായി പോയോ? ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. ദൈവം ആഗ്രഹിക്കുന്ന അളവിലോട്ട് കയറാതിരിക്കുകയാണോ? അവ നീ ഒരു വിളക്കിന്റെ അനുല് കാല് മാത്രമായിട്ട് നിൽക്കുകയാണോ? ഒന്നും കത്താതെ, ഒന്നും വെളിപ്പെടാതെ നിർവികാരിയായിട്ടിരിക്കുകയാണോ? നിന്റെ അവസ്ഥ ഏതെന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിച്ചേ. Has the oil in your lamp dried up? Has your wick, hallelujah, become ashes? Hallelujah, is your lamp growing cold and dim and dark? Hallelujah, are you no longer able to shine forth with all the brightness with which, hallelujah, the Spirit has called you to shine? Could you just look into your own lives, into your own heart, assess the situation of your, hallelujah, spiritual life? ആമേൻ. ദൈവം തന്റെ മരണം കൊണ്ട് നമ്മുടെ നരകത്തെ അവൻ നീക്കി. Hallelujah, by his death, he, hallelujah, saved us from eternal damnation. ദൈവം തന്റെ മഹത്വം അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. He became the ultimate sacrifice that we, hallelujah, would experience his glory. അവൻ തകർന്നത് നീ ആത്മാവിൽ പണിയപ്പെടാനാണ്. The reason, hallelujah, he was broken is so that we would be built up. അവൻ രക്തമൂറ്റി തന്നത് അമിശ്രം ഞാനും നീയും ഈ ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ നീ കത്തി നിൽക്കാനാണ്. The reason, hallelujah, he gave his last drop of blood is so that you and I would shine for him on the face of the earth. അവിടെ തിരുവെടുത്ത് പറയുന്നു, വക്രതയും കോട്ടമുള്ള തലമുറയിൽ ജ്യോതിസിനെ പോലെ പ്രകാശിപ്പിപ്പാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുകയാണ്. Hallelujah, and that is why, hallelujah, the word of God reminds us that in a generation full of sin and immorality, he has called us out to shine like suns. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. Hallelujah, if we could surrender ourselves and pray. പലപ്പോഴും ശോഭിക്കേണ്ട പോലെ ഞാൻ ശോഭിച്ചിട്ടില്ല. Father, many times I've been unable to shine as you have called me എന്റെ to. ചിന്തകൾ, എന്റെ പല വേദനകൾ എവിടെയൊക്കെയോ കത്തേണ്ട ഞാൻ മങ്ങിപ്പോയി കർത്താവേ. Hallelujah, somewhere, somehow, when I should be shining for you, I have grown dim, dark and cold. പലപ്പോഴും എണ്ണ വറ്റിപ്പോയി കർത്താവേ. Many times my oil had dried up. ഞാൻ കാത്തിരുന്ന് ശക്തി പുതുക്കേണ്ട സമയം ഞാൻ വൃഥാ കളഞ്ഞു കർത്താവേ. Father, many times, hallelujah, the time that I should have spent waiting and receiving, hallelujah, the power of God, I wasted away. എന്നിൽ ആ ശോഭ കുറഞ്ഞു കർത്താവേ. Father, the intensity of that light has dimmed in my life. എഫെസോസിനോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം ആദരിക്കുമില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റിക്കളയും. To the church in Ephesus, the Spirit said, if you repent and you return to God, God will honor you. If not, he will forever remove your lampstand from his presence. ഇന്ന് പകലിൽ കാലം കർത്താവ് ഒന്നുകൂടെ സ്നേഹത്തിൽ നിന്നെ മടക്കി വിളിക്കുകയാണ്. Oh, once again today Christ calls you back in love. കഴിഞ്ഞ കാലങ്ങളെ മറന്നിട്ട് ഇന്ന് പകലിൽ കാലം സമർപ്പിക്കാമോ? കർത്താവേ, ഇത് ഞാൻ കത്തേണ്ട ഒരു വിളക്കാണെന്ന് സമ്മതിച്ച്. Can you leave behind your sin? Can you leave behind the days where you went wrong and you had fallen? And can you come back once again to his presence and say, God, I want to shine for you? കർത്താവേ, എന്നിൽ ആ തെളിഞ്ഞ എണ്ണയൊന്ന് പകരണമേ. God, pour out that pure oil in me. പ്രശ്നത്തിനകത്തും പ്രതിസന്ധിക്കകത്തും ശോഭയോടെ കത്തുന്ന ഒരു വിളക്കായി തീരാൻ ഇന്ന് പകലിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? How many of us can pray that, Lord, I want to shine for you even through trials, even through suffering, even through, hallelujah, the greatest of challenges. I want to continually shine in your presence. Hallelujah.